ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിത്രാണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവവചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിത്രാണ പ്രഭാഷണത്തിൽ ഇന്ന് ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ചയിലെ പഠന വിഷയമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പുതുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നാം ചിന്തിക്കുന്നത്. പെന്തക്കോസ്ത് ഞായറാഴ്ചയായി സഭ വേർതിരിച്ചിരിക്കുന്ന ദിവസമാവുന്നല്ലോ ജൂൺ മാസം 8-ാം തീയതി. അന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായും സഭ ആചരിക്കുന്നു. ഉയർപ്പ് മുതൽ 50-ാമത്തെ നാളാണ് പെന്തക്കോസ്ത് നാളായി വേർതിരിച്ചിരിക്കുന്നത്. സഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ശാക്തീകരണം ലഭിക്കുകയും സഭ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സജ്ജരാകുകയും ചെയ്ത ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. സഭയുടെ ജന്മദിനമായിട്ടാണ് പെന്തക്കോസ്ത് നാൾ അറിയപ്പെടുന്നത്. പെന്തക്കോസ്ത് നാളിന് മുൻപ് തന്നെ ഒരു വിശ്വാസ ശിഷ്യഗണം ഉണ്ടായിരുന്നുവെങ്കിലും സഭ പ്രത്യേകമായി സുസജ്ജമാക്കപ്പെടുന്നത് പെന്തക്കോസ്ത് നാളായതുകൊണ്ടാണ് സഭയുടെ ജന്മദിനം എന്ന് അതറിയപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ഏവങ്കേലിയനായി വേർതിരിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തെ സുവിശേഷീകരണത്തിനായി സജ്ജമാക്കുന്ന വേദഭാഗങ്ങളാണ്. പരിശുശ്രൂഷയുടെ അന്തിമ ഘട്ടമായപ്പോഴേക്കും യേശുക്രിസ്തുവിൻ്റെ വാചകങ്ങളിൽ നിന്ന് ശിഷ്യഗണങ്ങൾ മനസ്സിലാക്കി യേശുക്രിസ്തു തങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുവാൻ പോവുകയാണ്. അതവർക്ക് വലിയൊരു പരാജയ ബോധവും ഒരു വലിയ വേദനയും ഉളവാക്കിയപ്പോൾ അവരെ സജ്ജമാക്കുന്നതിന് വേണ്ടി, അവരെ ശക്തീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് കൊടുത്ത വലിയൊരു വാഗ്ദാനമാണ്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. ഈ ബോധം വരുത്തുന്ന ചുമതലയാണ് സുവിശേഷ വേല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ ഉണ്ട് എന്നുള്ള കർത്താവിൻ്റെ അന്ത്യ നിയോഗത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. എന്നാൽ വിശുദ്ധ ലൂക്കോസ് പറയുന്നത്, ആ ഉയരത്തുള്ള ശക്തി ലഭിച്ചിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ, അതുവരെ നിങ്ങൾ ഈ നഗരത്തിൽ പാർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തീകരണം, ഒരു അഭിഷേകം സുവിശേഷീകരണത്തിന് ആവശ്യമാണ് എന്നാണ് ലൂക്കോസ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾ സാക്ഷീകരണത്തിന് സുസജ്ജരായിത്തീരും. ആ ശക്തി കൂടാതെ സുവിശേഷ പ്രവർത്തനം സാധ്യമല്ല. പഴയ നിയമത്തിൽ ധാരാളം ആളുകൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ശൗല്, ദാവീദ്, ശിംശോൻ തുടങ്ങി ധാരാളം പേർ. അവരാരും തന്നെ ആത്മാഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുകയോ അതിനുവേണ്ടി കാത്തിരുന്നവരോ അല്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന, ഒരു മനസ്സോടെ കാത്തിരിക്കുന്ന വിശ്വാസഗണത്തിനാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന് അതിരുകളില്ല. എവിടെയും എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. ഒന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ തെറാപ്യൂട്ടിക് ഫംഗ്ഷൻ, സൗഖ്യമാക്കുന്ന പരിശുദ്ധാത്മാവ്, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. മറ്റൊന്ന് ഹെർമന്യൂട്ടിക് ഫംഗ്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു തരും. മനസ്സിലാകാത്ത വേദവാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ വായ് തുറക്കുക, വിശാലമായി തുറക്കുക, ഞാൻ എന്നെ നിറയ്ക്കാമെന്ന് അലിച്ചതവനായ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കും. മൂന്നാമത് ഫോറൻസിക് ഫംഗ്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വെളിവാക്കുന്ന, മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ, നിഗൂഢതകളെ മറഞ്ഞേക്കി വെളിവാക്കി തരുന്ന പരിശുദ്ധാത്മാവ്. പ്രോഫറ്റിക് ഫംഗ്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന വരങ്ങൾ, പ്രവചനം നമുക്ക് ആ ഒരു ശക്തീകരണത്തിനായി നമ്മളെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിലേക്ക്, സകല സത്യത്തിലേക്ക് നടത്തുന്നവനാണ്. സത്യം മറഞ്ഞു കിടക്കുന്ന ഇടങ്ങളിൽ, ഇരുട്ടിൻ്റെ മേഖലകളിൽ വെളിച്ചം പകരുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സാക്ഷീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നവനാണ്. ഇന്ന് ക്രൈസ്തവ സഭകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ സാക്ഷീകരണത്തിൽ നാം പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ്. കർത്താവിന് ആവശ്യമായിരിക്കുന്നത് വാദികളെയും പ്രതികളെയുമല്ല. ഇന്ന് സഭകൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അന്യോന്യം പോരടിച്ച് വാദികളും പ്രതികളുമായി കോടതി വരാന്തകൾ കയറിറങ്ങുകയാണ്. അത് ലജ്ജാകരമായ ഒരവസ്ഥയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്ന വാദികളെയും പ്രതികളെയുമല്ല, കർത്താവിനെ സാക്ഷിക്കുന്ന
ഒരു സാക്ഷ്യ സമൂഹത്തെയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരം നമുക്ക് ലഭിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ, ഒരുങ്ങിയേ മതിയാകുള്ളൂ. എന്താണ് പരിശുദ്ധാത്മാവ് ലക്ഷണം? കുറേ ശബ്ദ കോലാഹലങ്ങളോ കുറേ ഡാൻസുകളോ നൃത്തങ്ങളോ അല്ല പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമായി നാം മനസ്സിലാക്കേണ്ടത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവ് ഈ സുവിശേഷ സാക്ഷീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കണം. വികാരപരമായ കുറേ അനുഭവങ്ങളോ പ്രകടനങ്ങളോ അല്ല പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണത്തക്കവണ്ണം താഴ്മയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഒരു വിധേയത്വം നമുക്ക് ആവശ്യമാണ് സുവിശേഷീകരണത്തിന്. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ദാസ്യ മനോഭാവമുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത്. ദൈവാത്മാവിനെ നിയന്ത്രിക്കുന്നവരായിട്ടല്ല, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. വിശുദ്ധ കന്യമറിയാം എലിസബത്തിനെ സന്ദർശിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കന്യമറിയാമിനെ കണ്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു എന്നുള്ളതിൻ്റെ ലക്ഷണം? എലിസബത്ത് വിളിച്ചു പറയുകയാണ്, മോളെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവൾ, എൻ്റെ കുഞ്ഞിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നിന്റെ കുഞ്ഞാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന ആണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരാമത്തുപരമായ വളർച്ചയേക്കാൾ, നമ്മുടെ ഭൗതികമായ വളർച്ചയേക്കാൾ, നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള വളർച്ചയേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷീകരണത്തിലുള്ള നമ്മുടെ വളർച്ചയാണ്, നമ്മുടെ തയ്യാറെടുപ്പാണ്. ഈ കാലത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായി ദൈവാത്മാവിനെ നിറയപ്പെട്ടവരായി ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ പുതുക്കണമേ, പുതുക്കപ്പെട്ടവരായി പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നല്ല പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ.